Hi all of you, welcome to today's maths class. ഇന്ന് നമ്മൾ മെഷർ ആൻഡ് ടെല്ലിൻ്റെ 8ാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. മെഷർ ആൻഡ് ടെല്ലിൻ്റെ 8ാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ എക്സസൈസിലേക്ക് പോകാം. പേജ് നമ്പർ 123 ഹൗ ടു സേ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു സേ സെൻറ്റിമീറ്റർ ആൻഡ് മീറ്റർ എന്ന് കൊടുത്തിട്ട് പല കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഇവിടെ ഇവർ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഹൈറ്റ് ഓഫ് എ 1 year old ചൈൽഡ്, അത് സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ടിക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവ് നോക്കാനാണെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലും മതി, മീറ്ററിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം സെൻറ്റിമീറ്റർ അത്രേ കാണത്തുള്ളൂ ഒരു വയസ്സുള്ള കുട്ടിയുടെ നീളം എന്ന് പറയുന്നത്, അല്ലേ? 1 മീറ്റർ കൂടുതൽ കണ്ടാൽ പോലും നമ്മൾ സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലും നമുക്ക് ആ അളവ് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് എ ബെഞ്ച്, ഒരു ബെഞ്ചിൻ്റെ വിഡ്ത്ത്, അതായത് വീതിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്കൂളുകളിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെ ഒക്കെ വിഡ്ത്ത് നിങ്ങൾക്കറിയാം. അത് വണ്ണം, വീതി എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അതും നമുക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്ററിൽ പറഞ്ഞാൽ മതി, മീറ്ററിൽ പറയാൻ മാത്രം ഒന്നുമില്ല. സോ അത് സെൻറ്റിമീറ്ററിൽ നമുക്ക് അളക്കാൻ പറ്റും. സെൻറ്റിമീറ്റർ സ്കെയിൽ മതിയാകും ഒരു ബെഞ്ചിൻ്റെ വിഡ്ത്ത് അളക്കാനും. അതുപോലെ തന്നെ ഒരു വയസ്സുള്ള കുട്ടിയുടെ പൊക്കം അളക്കാനും ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ, ഒരു വലിയ സെൻറ്റിമീറ്റർ സ്കെയിൽ, സെൻറ്റിമീറ്ററിലുള്ള വലിയ സ്കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാണെങ്കിലും മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡെപ്ത് ഓഫ് എ വെൽ, ഒരു കിണറിൻ്റെ ആഴം, അത് അളക്കാൻ നമുക്ക് സെൻറ്റിമീറ്ററിൽ കൊണ്ട് പറ്റുമോ? ഇല്ല. നമുക്ക് സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് ഒരിക്കലും അതിനെ നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ അത് വളരെ കൂടുതലാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത സംഖ്യകളൊക്കെ നമ്മൾ പറയേണ്ടി വരും. സോ നമ്മൾ ഒരു കിണറിൻ്റെ ആഴം അളക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഏത് മെഷറാണ് യൂസ് ചെയ്യുന്നത്? മീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് എ ഫിംഗർ, നിങ്ങളുടെ ഒരു വിരലിൻ്റെ നീളം പറയാൻ നിങ്ങൾ ഏത് വെച്ച് പറയാം? നമുക്ക് സെൻറ്റിമീറ്റർ വെച്ച് പറയാം, അല്ലേ? സെൻറ്റിമീറ്റർ അത്രയും ചെറുതാണ് നമ്മുടെ വിരൽ. പക്ഷെ ഒരു ബസ്സിൻ്റെ നീളം പറയണമെങ്കിലോ അത് മീറ്ററിൽ പറയുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അധികം ഒന്നുമില്ല. ചെറിയ കാര്യങ്ങൾ നമുക്ക് സെൻറ്റിമീറ്റർ കൊണ്ട് പറയാൻ പറ്റും. 1 മീറ്ററിൽ താഴെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് സെൻറ്റിമീറ്ററിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നല്ലത്. 1 മീറ്ററിൽ കൂടുതൽ നീളം വരുന്ന കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. അതാണ് ഒരു നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനിത് ഒന്നുകൂടെ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. നിങ്ങളത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇത് നിങ്ങളുടെ ബേസാണ്. അടുത്ത വർഷവും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, ലെങ്ത് ആൻഡ് വെയ്റ്റ് എന്ന് പറഞ്ഞാണ് ആ ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഈസി ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ മെഷർ ആൻഡ് പഠിച്ചിട്ട് വേണം 3ാം ക്ലാസ്സിൽ നിന്ന് പോകാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ആക്ടിവിറ്റി, മെഷറിംഗ് ജാർസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, ഈ സംഭവങ്ങൾ നിങ്ങൾ സാധാരണ റേഷൻ കടയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ പിക്ചേഴ്സിൽ കാണുന്ന അപ്പാരച്ചസ്, പാത്രങ്ങളൊക്കെ ടൈപ്പ് പാത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. ജാറുകളാണ് ഇവയെല്ലാം. ഈ ടൈപ്പ് ജാറുകൾ സാധാരണ റേഷൻ കടയിലാണ് കാണാറുള്ളത്. റേഷൻ കടയിലൊക്കെ പോയിട്ടുള്ളവർ ഇത് കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഹാവ് യു സീൻ സച്ച് ജാർസ്? ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഹാവ് യു സീൻ സച്ച് ജാർസ്? വാട്ട് ഡു വി യൂസ് ദം ഫോർ? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്. ഓക്കെ, അല്ലെങ്കിൽ പാലൊക്കെ വിൽക്കുന്ന സൊസൈറ്റിയുടെ സംഭവങ്ങളിലും ഈ ടൈപ്പ് ജാർസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, വാട്ട് ഓൾ ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദം? നമുക്ക് ഇവ ഉപയോഗിച്ച് എന്തെല്ലാമാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് മിൽക്ക് അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് അത് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ചില എക്സാമ്പിൾസ് തരാം. ഓയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ കെറോസിൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലേ? മണ്ണെണ്ണ, കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്, ഓയിൽ എന്ന് പറഞ്ഞാൽ വെറും എണ്ണയാണ്. പെട്രോള്, ഇതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാം. അപ്പം വെള്ളം, അതായത് ലിക്വിഡ് ഫോമിലുള്ള ദ്രാവക രൂപത്തിലുള്ള എന്തും നമുക്ക്
ലിക്വിഡ് ഫോമിലുള്ള എന്തും നമുക്ക് ഈ ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചും ഈ ടൈപ്പ് ജാർസ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. വെള്ളം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തും, വെള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്, വെള്ളം പോലെ ഇരിക്കുന്നതാണ് ലിക്വിഡ് ഫോമിലുള്ള എന്തും, മിൽക്ക്, ഓയില്, കെറോസിൻ, ദ്രാവക രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ജാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കുപ്പികളൊക്കെ. എന്തുകൊണ്ടാണ് അപ്പം ഇവിടെ ഇവർ ചോദിച്ചിട്ടുള്ളത് ഹാവ് യു എവർ മെഷേർഡ് എനിത്തിങ് യൂസിങ് ദം. അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ജാറുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും മെഷർ ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മൾ മെഷർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. റേഷൻ കടയിലൊക്കെ പോകുമ്പം ഇതിങ്ങനെ ഇവർ ഈ മണ്ണയൊക്കെ ഒഴിക്കാനായിട്ട് ഈ മുകളിൽ കാണുന്ന ഈ സാധനം ഉപയോഗിച്ചാണ്, അതായത് ഇത് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ പാലുകടയിൽ ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാറുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ മതി കാണാവുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതിന് ഓരോന്നിനും പിന്നെ ഇതിനോരോന്നിനും ഓരോ അളവാണ്. ഇപ്പോൾ ഓരോ ലിറ്ററാണ്. നിങ്ങൾക്ക് നോക്കുക, ഈ മുകളിൽ ഏറ്റവും ജാറ് 500 ml ഉള്ള ജാറാണ്. അപ്പം 500 ml അത്രയും മിൽക്ക് അളക്കാനായിട്ടാണ്, അത്രയും മിൽക്ക് വേണമെന്ന് 1/2 ലിറ്റർ മിൽക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ 500 മില്ലി അത്രയും മിൽക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് അളന്നെടുക്കണം. 200 ml മതിയെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് കൊണ്ട് അളന്നെടുക്കണം. അടുത്തത് 100 ml മതിയെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തത് കൊണ്ട് അളന്നെടുക്കണം. 50 ml ആണ് വേണ്ടതെങ്കിൽ ഏറ്റവും ചെറുത് കൊണ്ട് അളന്നെടുക്കണം. ഇനി അതുമല്ല 1 ലിറ്റർ തന്നെ വേണമെങ്കിൽ ഈ വലിയ ജാറ് കൊണ്ട് അളക്കണം. അപ്പം ഇതാണ് നമ്മൾ, അപ്പം ലിറ്റർ കണക്കിലാണ് നമ്മൾ ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ള ഏതൊരു കാര്യവും നമ്മൾ അളന്നെടുക്കുന്നത്. ഈ ടൈപ്പ് ഇതുപോലെ ലിറ്ററിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. ലെറ്റ്സ് മെഷർ വാട്ടർ. ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ യുവർ വാട്ടർ ബോട്ടിൽ? ഹൗ അബൌട്ട് മെഷറിങ് ഇറ്റ്? നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എന്തുമാത്രം വാട്ടർ കൊള്ളും, അല്ലേ? നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എന്തുമാത്രം വെള്ളം കൊള്ളും, എങ്ങനെയാണത് മെഷർ ചെയ്തെടുക്കുന്നത്, അതിനായിട്ട് എന്തെല്ലാം വേണം എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം മെഷറിങ് ജാർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മെഷർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക്, നിങ്ങൾ ബീക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ബീക്കർ എന്ന് പറയുന്നത് ഈ ഇതുപോലെ ഇരിക്കുന്ന എന്നാൽ ഈ പിടിയില്ലാത്തൊരു സാധനമാണ് ബീക്കർ. അതിലും അതിൻ്റെ സ്കെയിൽ പോലെ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കും ഈ ബീക്കർ. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇപ്പുറത്ത് ഓരോരോ അളവ് 20, 30 എന്ന് പറഞ്ഞ അളവ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ബീക്കർ. അപ്പോൾ അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മെഷറിങ് ജാർസ് നമ്മുടെ വാട്ടർ ബോട്ടിലെ വാട്ടർ എന്നുള്ളതാണ്. എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതിന് നിങ്ങൾ അത്രയും മാത്രം എഴുതിയാൽ മതി. മെഷറിങ് ജാറിന് പകരം ബീക്കർ ആണെങ്കിലും മതി. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. വാട്ട് ഓൾ തിങ്സ് ആർ നീഡഡ് എന്ന് പറയുമ്പോൾ വാട്ടർ ബോട്ടിൽ വേണം, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ. പിന്നെ അതിൽ വാട്ടർ ഉണ്ടാവണം. പിന്നെ എന്താ വേണ്ടത്? പിന്നെ മെഷറിങ് ജാർസ് ആണ് വേണ്ടത്. മെഷറിങ് ജാർസിന് മെഷറിങ് സിലിണ്ടേഴ്സ് എന്നും പറയാറുണ്ട്, കാരണം അതിനൊരു സിലിണ്ടറിക്കൽ ഫോം ഉള്ളതുകൊണ്ട്. പിന്നെ മെഷറിങ് ജാർസ് പോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേറൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ബീക്കർ. അത് സാധാരണയായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ലാബിലൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ വലുതാകുമ്പം 9ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പം ഈ ലാബിൽ കയറുമ്പോൾ ഇത് കാണാം. ഓക്കെ, ഇൻ മൈ വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഈ നമ്മളിത് ഉപയോഗിച്ച് അളന്ന് നോക്കണം എന്തുമാത്രം വെള്ളം നമ്മുടെ ബോട്ടിൽ ഉണ്ടെന്നുള്ളത്. അപ്പം നമുക്കത് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ വാട്ടർ നിങ്ങൾ എത്ര ലിറ്ററുള്ള കുഞ്ഞു വാട്ടർ ബോട്ടിലാണെങ്കിൽ ഒരു 500 ml കൊള്ളുമായിരിക്കും. വലിയ വാട്ടർ ബോട്ടിലാണെങ്കിൽ 1 ലിറ്ററൊക്കെ കൊള്ളും. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒരു ഗസ് എഴുതിയാൽ മതി. അതല്ലാതെ നമുക്കിപ്പം അളന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ഇറ്റ് അപ്പ്. Jovi's water bottle contains 400 milliliters and Rafiq's water bottle contains 500 milliliters. If the water in both is poured into a big bottle, how much water would it have? അപ്പം ജോബിയുടെ വാട്ടർ ബോട്ടിലിൽ 400 ml വാട്ടർ കൊള്ളും, റഫീഖിൻ്റെ വാട്ടർ ബോട്ടിൽ 500 ml വാട്ടർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ ഒരു വലിയ ബോട്ടിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇത് എന്തുമാത്രം കാണുന്നു? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ നമ്മൾ നോക്കിയാൽ മതി. വോളിയം ഇൻ ബിഗ് ബോട്ടിൽ. വോളിയം എന്ന് പറയുന്നത് ആ അളവിന് നമ്മൾ പറയുന്ന പേരാണ് വോളിയം.
അപ്പം നമുക്ക് ആദ്യം ആരുടെ വോളിയമാണ് നോക്കേണ്ടത്? നമുക്ക് ആദ്യം ജോബിയുടെ വാട്ടർ ബോട്ടിലിലെ വെള്ളം വലിയ ബോട്ടിലിൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ജോബിയുടെ ബോട്ടിലിൽ 400 ml വെള്ളമാണ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ബിഗ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ, ഒരു വലിയ ബോട്ടിൽ എന്ന് പറയുമ്പം അതിൻ്റെ അളവെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഒരു വലിയ ബോട്ടിലിൻ്റെ അളവ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഒരു വലിയ ബോട്ടിലിൻ്റെ അളവെന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അതേസമയം ഒരു ചെറിയ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ചെറിയ കുപ്പിയുടെ അളവെന്ന് പറയുന്നത് 500 ലിറ്റർ ആണ്. ജോബിയുടെ ബോട്ടിലിൽ ഈ 500 ലിറ്റർ കുപ്പിയിൽ നിറച്ചും വെള്ളം ഇല്ല. ഒരു 100 ലിറ്റർ അവൻ കുടിച്ചെന്ന് ഓർക്കുക. അപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ പകുതിയാണ് 500 ലിറ്റർ എന്ന് പറയുന്നത്. അവൻ 400 ലിറ്റർ അവൻ്റെ ബോട്ടിലുള്ളത് കൊണ്ട് പകുതിയേക്കാൾ കുറച്ച് കുറവാണ്. സോ നമുക്ക് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ബോട്ടിൽ എന്ന് എഴുതാം. ഓക്കെ, ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ബോട്ടിൽ. ഇനി അടുത്തത് നമുക്ക് റഫീഖിൻ്റെ ബോട്ടിലെ നോക്കാം. റഫീഖ്സ് ബോട്ടിൽ. അപ്പോൾ റഫീഖിൻ്റെ ബോട്ടിലിൽ 500 ലിറ്റർ തന്നെയുണ്ട്. അതായത് ഈ വലിയ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഈ 500 ലിറ്റർ എന്ന് പറയുന്നത്. സോ അവൻ്റെ ബോട്ടിലിൽ ഇത്രയും നിറച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹാഫ് ഓഫ് ദ ബോട്ടിൽ എന്ന് പറയാം. അതായത് വലിയ ബോട്ടിലിൻ്റെ പകുതി തന്നെ ഉണ്ട് അവൻ്റെ ബോട്ടിലിൽ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൽ നിന്ന് നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ആ ഒരു കാര്യം, അതായത് ദിസ് വൺ. 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ. ഇപ്പം നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നതിന് 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മീറ്ററിൻ്റെ METRE ഫുൾ എഴുതത്തില്ല, M എന്ന് എഴുതും. സെൻറ്റിമീറ്ററിൻ്റെ CENTIMETRE ഫുൾ എഴുതത്തില്ല, CM എന്നിടും. എന്ന് പറഞ്ഞതുപോലെ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ്. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ലിറ്ററിന് L-ഉം മില്ലി ലിറ്ററിന് ML-ഉം ആണ് കൊടുക്കുന്നത്. സോ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ml. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്, 1 ലിറ്റർ 1000 ml ആണ്. ഇതാണ് നമ്മുടെ ബേസ്. നമുക്കിതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. ഓക്കെ, അപ്പം മിൽക്ക് തുടങ്ങി ദ്രാവക രൂപത്തിലുള്ള ഏതൊരു കാര്യവും, ലിക്വിഡ് ഫോമിലുള്ള എന്തും അളക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെഷർമെൻറ്റിൻ്റെ പേര് മെഷറിങ് അതിൻ്റെ ഒരു ഇതിന് പറയുന്ന പേരാണ് ലിറ്റർ. ലിറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം പോലുള്ള വസ്തുക്കളൊക്കെ അളക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മെഷറിങ് മിൽക്ക്. അപ്പം അവിടെ 2 കുട്ടികളുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുകയാണ്. നമുക്ക് നോക്കാം. അറ്റ് മൈ ഹോം വി ബൈ 1 ലിറ്റർ ഓഫ് മിൽക്ക് ഫ്രം ദ സൊസൈറ്റി. അപ്പോൾ അവിടെയുള്ള ആൺകുട്ടി പറയുകയാണ്, ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് 1 ലിറ്റർ മിൽക്ക് വാങ്ങിക്കാറുണ്ടെന്ന്. പക്ഷേ ഇവിടെയുള്ള പെൺകുട്ടി എന്താണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്? ഞങ്ങൾ ബൂത്തിൽ നിന്ന്, അതായത് മിൽമ ബൂത്ത്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂടുപാല് വാങ്ങിക്കുന്ന സ്ഥലത്ത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പേരാണ് ബൂത്ത്. അപ്പോൾ അവർ ബൂത്തിൽ നിന്ന് 3 പാക്കറ്റ് പാല് വാങ്ങും. നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ഒരു കൂട് പാല് എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ് നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ ഒരു കൂട് പാല്. അത് ഏത് കമ്പനിയുടെ ആയാലും 1/2 ലിറ്ററേ ഉള്ളൂ. അപ്പം 2 പാക്കറ്റ് വാങ്ങിച്ചാൽ 1 ലിറ്റർ ആകും. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിരുന്നു 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണെന്ന് പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 500 ml എന്ന് പറയുന്നത് എത്രയാണ്? 1 ലിറ്ററിൻ്റെ പകുതിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫില്ലിറ്റപ്പ് എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ ജോബിയുടെയും റഫീഖിൻ്റെയും കയ്യിലുള്ള ചെറിയ കുപ്പിയിലെ വെള്ളം വലിയ കുപ്പിയിലേക്ക് ഒഴിച്ചു നോക്കിയത്. അപ്പം 500 ml ഉണ്ടായിരുന്ന റഫീഖിൻ്റെ വാട്ടർ ബോട്ടിലിലെ വെള്ളം ഒഴിച്ചപ്പോൾ വലിയ കുപ്പിയിൽ പകുതി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? 1 ലിറ്ററിൻ്റെ പകുതിയാണ് 500 ml എന്ന് പറയുന്നത്. സോ ഹാഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് 500 ml ആണ്. ഓക്കെ, ഹാഫ് ലിറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ ആൺകുട്ടിയുടെ വീട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവരുടെ 2 പേരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ അളവ് സെയിം ആണോ എന്നാണ്. അപ്പം നമ്മളതിന് എന്ത് ചെയ്യണം? ടോട്ടൽ ഉപയോഗിക്കുന്ന മിൽക്കിൻ്റെ അളവ് കണ്ടുപിടിക്കണം. നമ്മളോടിവിടെ ആൺകുട്ടി പറയുന്നത് അവൻ്റെ വീട്ടിൽ എന്തുമാത്രം മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് യൂസ്ഡ് ഇൻ ബോയ്സ് ഹോം
1 ലിറ്റർ ആണ്. മിൽക്ക് യൂസ്ഡ് ഇൻ ഗേൾസ് ഹോം, പെൺകുട്ടിയുടെ വീട്ടിലോ എന്തുമാത്രം യൂസ് ചെയ്യുന്നുണ്ട്? നമുക്ക് നോക്കാം. 3 പാക്കറ്റ്സ് ഓഫ് 500 3 പാക്കറ്റ്സ് ആണ് വാങ്ങിക്കുന്നത്. അതിൽ ഒരു പാക്കറ്റിൽ 500 മില്ലി ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 3 × 500 മില്ലി ലിറ്റർ എന്ന് എഴുതാം. അപ്പം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാൻ 3 × 5 നോക്കിയിട്ട് 0യെ മാറ്റി നിർത്തിയാൽ മതി. 0 ഉള്ള ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. 3 × 5 15. പിന്നെ നമ്മൾ മാറ്റി വെച്ച 0 കൂടി ഇടുമ്പോൾ 1500 മില്ലി ലിറ്റർ എന്ന് കിട്ടുന്നു. നമ്മൾ ഈ 1 ലിറ്റർ നമുക്കറിയാം. 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ലിറ്റർ ആണ്. 1000 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1000 മില്ലി ലിറ്റർ ആണോ കൂടുതൽ? 500 മില്ലി ലിറ്റർ ആണോ കൂടുതൽ? 1500 മില്ലി ലിറ്റർ അല്ലേ കൂടുതൽ. അപ്പോൾ രണ്ടുപേരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിന്റെ അളവ് സെയിം ആണോ? നോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ആൻസർ ആയിട്ട് നോ എന്ന് കൊടുക്കണം. കാരണം രണ്ടുപേരുടെ അളവ് സെയിം അല്ല. ഗേൾസ് ഹൗസ് യൂസ് മോർ മിൽക്ക് ദാൻ ബോയ്സ് ഹൗസ്. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിയുടെ വീട്ടുകാരേക്കാൾ കൂടുതൽ മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. നെക്സ്റ്റ്, വാട്ടർ ഇൻ ദ ബോട്ടിൽ. വിനൂസ് വാട്ടർ ബോട്ടിൽ കണ്ടെയ്ൻസ് 550 മില്ലി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഷാൻസ് ബോട്ടിൽ കണ്ടെയ്ൻസ് 250 മില്ലി ലിറ്റേഴ്സ് മോർ. ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ബോത്ത് ദ ബോട്ടിൽസ് ടുഗദർ? അതായത് വിനുവിൻ്റെ ബോട്ടിലിൽ 550 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. ഷാനിൻ്റെ ബോട്ടിലിൽ 250 മില്ലി ലിറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ബോട്ടിലിലെയും വെള്ളം കൂടി ചേരുമ്പോൾ മൊത്തം എത്ര ലിറ്റർ വെള്ളം ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ചോദിച്ചാൽ ഇൻ ഓൾ ബോത്ത് ബോട്ടിൽസ് ടുഗദർ ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? അഡീഷൻ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് പോകാം. നമ്മൾ വെള്ളത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ പറയുന്നത് വോളിയം എന്നാണ്. വോളിയം ഓഫ് വാട്ടർ ഇൻ വിനൂസ് ബോട്ടിൽ. വിനൂസ് ബോട്ടിലിൽ എന്തോരം വെള്ളമുണ്ട്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 500 മില്ലി ലിറ്റർ എന്നാണ്. ഇൻ ഷാൻസ് ബോട്ടിൽ, ഷാൻ്റെ ബോട്ടിലിൽ എന്തോരം വെള്ളമുണ്ട്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 250 മില്ലി ലിറ്റേഴ്സ് എന്നാണ്. രണ്ടുപേരുടെയും ടുഗദർ. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ, രണ്ടുപേരുടെയും കുപ്പികളിലെ വെള്ളം തമ്മിൽ കൂടെ എന്തോരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ 500 മില്ലി ലിറ്റർ പ്ലസ് 250 മില്ലി ലിറ്റർ. നിങ്ങൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ മില്ലി ലിറ്റർ എന്ന് എഴുതുന്നു. 500 ഇവിടെ മില്ലി ലിറ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രം ആഡ് ചെയ്താൽ മതി. 250 നമ്മൾ ആഡ് ചെയ്യുന്നു. 0 + 0 0, 0 + 5 5, 5 + 2 7. സോ ടോട്ടൽ എത്രയാണ്? 750 മില്ലി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ടുഗദർ. അപ്പോൾ ടോട്ടൽ 750 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. ഓക്കെ, so that's all for today's class. Thank you.